ദ്വാദശ സ്വരസ്ഥാനങ്ങളിൽ 4 സ്വരസ്ഥാനങ്ങൾക്ക് ഒരു എക്സ്ട്രാ പേര് കൊടുത്തിട്ട് ദ്വാദശ സ്വരസ്ഥാനങ്ങൾക്ക് 16 പേരായി. ആ 16 പേരിൻ്റെ സിമ്പിളാണ് ഇവിടെ എഴുതിയത്. ഇത് ഞാൻ വായിക്കാം. സ എന്ന് വെച്ചാൽ ഷഡ്ജം, റി 1 എന്ന് വെച്ചാൽ ശുദ്ധ ഋഷഭം, അടുത്തത് ചതുശ്രുതി ഋഷഭം, ഷഡ്ശ്രുതി ഋഷഭം, പിന്നെ 3 ഗാന്ധാരം, ഒന്ന് ശുദ്ധ ഗാന്ധാരം, ഒന്ന് സാധാരണ ഗാന്ധാരം, ഒന്ന് അന്തർഗാന്ധാരം, 2 മധ്യമം, ഒന്ന് ശുദ്ധ മധ്യമം, ഒന്ന് പ്രതിമധ്യമം, പിന്നെ പഞ്ചമം, പിന്നെ 3 ദൈവതം, ശുദ്ധ ദൈവതം, ചതുർശ്രുതി ദൈവതം, ഷഡ്ശ്രുതി ദൈവതം, പിന്നെ 3 നിഷാദം, ശുദ്ധ നിഷാദം, കൈശിക്കി നിഷാദം, കാക്കല് നിഷാദം. ഇത് 16 പേരാണ്. സ്വരസ്ഥാനങ്ങൾ 12 ഉള്ളൂ. അപ്പോൾ ഈ 16 പേരുകളുടെ അടിസ്ഥാനത്തിലാണ് 72 ജനകരാഗങ്ങൾ അവയുടെ സ്വരസ്ഥാനങ്ങളും നിർണയമായത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യത്തെ ഡിവിഷൻ, ആദ്യത്തെ വിഭജനം മധ്യമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതായത് 72 ജനകരാഗങ്ങളിൽ ആദ്യത്തെ 36 എണ്ണം, 1 മുതൽ 36 വരെയുള്ള ജനകരാഗങ്ങളിൽ ശുദ്ധമധ്യമവും 37 മുതൽ 72 വരെ വരുന്ന 36 രാഗങ്ങൾക്ക് പ്രതിമധ്യമവുമാണ് ആദ്യത്തെ വിഭജനം. അതായത് നമ്മളിങ്ങനെ ഇവിടെ 36 ശുദ്ധമധ്യമ രാഗങ്ങളാണ്, ഇവിടെ 36 എണ്ണം പ്രതിമധ്യമ രാഗങ്ങളാണ്. ശുദ്ധമധ്യമ രാഗങ്ങൾ 1 മുതൽ 36 വരെയാണ് ശുദ്ധമധ്യമ രാഗങ്ങൾ, 1 മുതൽ 36 വരെ. പ്രതിമധ്യമ രാഗങ്ങൾ 37 മുതൽ 72 വരെയാണ്. 37, ഇങ്ങനെ 72 വരെ. ഇതാണ് ആദ്യത്തെ വിഭജനം. അതായത് ഷഡ്ജവും പഞ്ചവും എല്ലാ രാഗങ്ങളിലും ഉണ്ടാവും. ആദ്യത്തെ 36-ൽ ശുദ്ധമധ്യമവും 37 മുതൽ 72 വരെയുള്ള രാഗങ്ങളിൽ പ്രതിമധ്യമവും. ഇനി ഈ 36 രാഗങ്ങളിലെ വീണ്ടും 6 ചക്രങ്ങളായിട്ടാണ് വിഭജിച്ചിരിക്കുന്നത്. ഒരു ചക്രത്തിൽ 6 രാഗം വെച്ചിട്ട്. ഇങ്ങനെ 6 ചക്രം ശുദ്ധമധ്യമ രാഗത്തിലും അടുത്ത 6 ചക്രം, അതായത് 7 മുതൽ 12 വരെയുള്ള ചക്രങ്ങളിൽ പ്രതിമധ്യമ സ്വരസ്ഥാനവും. ഇതാണ് രണ്ടാമത്തെ ഡിവിഷൻ. മൂന്നാമത്തതിന് 6 എണ്ണമായിട്ടാണ് ചക്രം. അപ്പോൾ ചക്രങ്ങളുടെ എണ്ണം 1 മുതൽ 12 വരെ. ഒരു ചക്രത്തിൽ 6 രാഗം, 12 × 6 72 രാഗം. ഇതാണ് രണ്ടാമത്തെ ഡിവിഷൻ. അപ്പം മൂന്നാമത്തെ വിഭജനം സ്വരസ്ഥാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അത് നമുക്ക് എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ ആദ്യത്തെ 1ാമത്തെ നമ്പർ ജനകരാഗങ്ങളിൽ ആദ്യത്തെ രാഗം, 1ാമത്തെ രാഗം, അതിൻ്റെ സ്വരസ്ഥാനങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ എല്ലാത്തിലും ഉണ്ട്, റീയും ഗായും, പിന്നെ ഈ 36 എണ്ണം 1 മുതൽ 36 വരെയുള്ള രാഗങ്ങളിൽ ശുദ്ധമധ്യമമാണ് വരിക. അപ്പോൾ സ റീ ഗ കഴിഞ്ഞിട്ട് പിന്നെ ശുദ്ധമധ്യമം വരണം. പിന്നെ പ എല്ലാത്തിലും കാമനാണ്. പിന്നെ ധ നി, അതായത് മധ്യമത്തിൻ്റെ
സ്വരസ്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്ത ആദ്യത്തെ വിഭജനം ഇങ്ങനെയാണ്. എല്ലാം ശുദ്ധമധ്യമ രാഗങ്ങളിലും സ മ പ ഇത് തന്നെ വരും. അതായത് ഷഡ്ജവും ശുദ്ധമധ്യവും പഞ്ചമവും എല്ലാത്തിലും കോമൺ ആയിട്ട് വരും ആദ്യത്തെ 36 എണ്ണത്തിൽ. ഇതിൽ ഋഷഭത്തിൻ്റെയും ഗാന്ധാരത്തിൻ്റെയും സ്ഥാനങ്ങൾ എങ്ങനെയാണ് നിർണയിച്ചത്? ആദ്യത്തെ ഋഷഭം റി 1, ആദ്യത്തെ ഗാന്ധാരം ഗ 1, ആദ്യത്തെ ദൈവതം ധ 1, നിഷാദവും 2 നിഷാദവും. അപ്പോൾ ഒരു രാഗത്തിൽ സ റി ഗ മ പ ധ നി എന്നുള്ള സ്വരസ്ഥാനങ്ങൾ വരണം. ഈ ക്രമത്തിൽ തന്നെ വരണം. സ്ഥാനങ്ങൾ മാറ്റം പാടില്ല. ആരോഹണത്തിലും അവരോഹണത്തിലും ഒരേ സ്വരം. അങ്ങനെയാണ് ജനകരാഗം. അപ്പോൾ ആദ്യത്തെ രാഗം ശുദ്ധമധ്യമമാണ്. ഷഡ്ജവും പഞ്ചമവും എല്ലാത്തിനും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തീരുമാനിക്കുക? ഏത് റീ ആണ്, ഏത് ഗ ആണ്, ഏത് ധ ആണ്, ഏത് നീ ആണ്? ആദ്യത്തെ രാഗത്തിൽ സ കോമൺ ആണ്, പ കോമൺ ആണ്, മ ഒന്നാണ്. ശുദ്ധമധ്യമ രാഗങ്ങളാണ് ആദ്യത്തെ 36 എണ്ണം. ഈ റീയും ഗായും സ്വരസ്ഥാനങ്ങൾ എങ്ങനെ തീരുമാനിക്കും? ഇതാണ് ആദ്യത്തെ രാഗം. ഷഡ്ജം റി 1, ഗ 1, മ 1, ധ 1, നീ 1. ഇതാണ് ആദ്യത്തെ ജനകരാഗം. അതായത് ആദ്യത്തെ ജനകരാഗത്തിൽ ഷഡ്ജം, ശുദ്ധഋഷഭം, ശുദ്ധഗാന്ധാരം, ശുദ്ധമധ്യമം, പഞ്ചമം, ശുദ്ധദൈവതം, ശുദ്ധനിഷാദം. ഇതാണ് ആദ്യത്തെ ജനകരാഗം. 72 ജനകരാഗങ്ങളിൽ ആദ്യം വരുന്ന ജനകരാഗത്തിൻ്റെ സ്വരസ്ഥാനങ്ങളാണത്. രണ്ടാമത്തെ വരുന്ന രാഗത്തിൽ ഇതെല്ലാം സെയിമാണ്. പാവര ധ 1, നീ 2. ഈ ഒരൊറ്റ സ്വരസ്ഥാനം മാത്രമേ ഉള്ളൂ വ്യത്യാസം. ബാക്കിയെല്ലാം സെയിമാണ്. ഇതാണ് രണ്ടാമത്തെ ജനകരാഗം. അതായത് ഷഡ്ജം, ശുദ്ധഋഷഭം, ശുദ്ധഗാന്ധാരം, ശുദ്ധമധ്യമം, പഞ്ചമം, ശുദ്ധദൈവതം. ഇവിടെ ശുദ്ധനിഷാദത്തിന് പകരം കൈശിക്ക് നിഷാദം. ഇതാണ് രണ്ടാമത്തെ ജനകരാഗം. മൂന്നാമത്തെ ജനകരാഗം ഇതെല്ലാം സെയിമാണ്. നിഷാദം മാത്രം മൂന്നാമത്തെ നിഷാദം, അതായത് കാക്കലി നിഷാദം. ആദ്യത്തെ 3 രാഗങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ആദ്യത്തെ വിഭജനം മധ്യമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതായത് 1 മുതൽ 36 വരെ വരുന്ന ജനകരാഗങ്ങളിലെല്ലാത്തിലും ഷഡ്ജം, പഞ്ചമം, ശുദ്ധമധ്യമം ഈ 3 സ്വരസ്ഥാനങ്ങൾ കോമൺ ആണ്. ആദ്യം 1 മുതൽ 36 വരെ വരുന്ന രാഗങ്ങളിൽ. ഇനി ഈ ആദ്യത്തെ 36നെ ഓരോ ചക്രത്തിലും 6 രാഗം വെച്ചിട്ട് 6 ചക്രങ്ങളായിട്ടാണ് വിഭജിച്ചിരിക്കുന്നത്. ആദ്യത്തെ ചക്രത്തിലുള്ള ആദ്യത്തെ 6 രാഗങ്ങളുടെ സ്വരസ്ഥാനങ്ങളാണ് നമ്മളിപ്പോൾ പറയുന്നത്. അപ്പോൾ ഈ റീ 1, ഗ 1, മ 1, ധ 1, നീ 1 ഇതാണ് ആദ്യത്തെ. രണ്ടാമത്തെ ജനകരാഗത്തിൽ ഇതെല്ലാം സെയിമാണ്. ഈ ഒരു സ്വരസ്ഥാനം മാത്രം വ്യത്യാസം. അതായത് ശുദ്ധ നിഷാദത്തിന് പകരം കൈശിക്ക് നിഷാദം. മൂന്നാമത്തെ രാഗത്തിൽ മൂന്നാമത്തെ നിഷാദം. ഇതാണ് ആദ്യത്തെ 3 രാഗം. ഇനി 4, 5, 6 കൂടി നോക്കാം. ആദ്യത്തെ ജനകരാഗം
സാ, രി 1, ഗ 1, മാ 1, പാ, ധ 1, നീ 1. രണ്ടാമത്തെ ജനകരാഗം സാ, രി, ഗ, മാ, പാ, ധ, നീ 2. ഇവിടെ മാത്രമാണ് വ്യത്യാസം വരുന്നത്. ബാക്കി സ്വരസ്ഥാനങ്ങളെല്ലാം സെയിം ആണ്. മൂന്നാമത്തെ ജനകരാഗം സാ, രി 1, ഗ 1, മാ 1, പാ, ധ 1, നീ 3. അപ്പോൾ ആദ്യത്തെ 3 രാഗങ്ങളിൽ നിഷാദം മാത്രം വ്യത്യാസം വരുന്നു. ബാക്കി എല്ലാ സ്വരസ്ഥാനങ്ങളും സെയിമാണ്. ഈ സ്വരസ്ഥാനങ്ങളുടെ പേര് നമ്മൾ ആ 16 പേരുള്ളത് നോക്കി പറയണം. ഈ 16 പേരുള്ളത്. നാലാമത്തെ രാഗം, ഇതിലും സാ ഇതുവരെ സെയിം. ഇനി വരുന്ന വ്യത്യാസം, ഇതിപ്പോൾ നമ്മൾ ഈ ദ 1, നീ 1, ധ 1, നീ 2, ധ 1, നീ 3 ആയിട്ടാണ് ആദ്യത്തെ 3. അടുത്തതിൽ ധ 2, നീ 2. ഇതാണ് നാലാമത്തെ രാഗം. ദൈവതം, നിഷാദം, ഈ 2 പൊസിഷൻസാണ് വ്യത്യാസം. ബാക്കിയെല്ലാം സെയിമാണ്. ഇതെന്തുകൊണ്ട് ധ 2ഉം നീ 2ഉം ആക്കിയത്? ധ 2ഉം നീ 1ഉം ആക്കിക്കൂടെ എന്നൊരു സംശയം നമുക്ക് തോന്നാം. ധ 2ഉം നീ 1ഉം ആണെങ്കിൽ ഇത് 2ഉം ക്രമം തെറ്റും. 2 പ്രാവശ്യം വായിക്കാൻ പറ്റില്ല, പാടാനും പറ്റില്ല, ജനകരാഗത്തിൻ്റെ കണ്ടീഷൻസ് അനുസരിച്ചിട്ട്. അതുകൊണ്ടാണ് ധ 2 വരുമ്പോൾ നീ 1 വരില്ല. കാരണം ഇത് 2ഉം ക്രമം തെറ്റും. അതുകൊണ്ടാണ് ധ 2 വരുമ്പോൾ നീ 2 വരുന്നത്. അടുത്തത് ഇതെല്ലാം സെയിമാണ്. നീ 3 ഇതാണ് അഞ്ചാമത്തെ ജനകരാഗം, അതിൻ്റെ സ്വരസ്ഥാനം. ആറാമത്തത് ധ 3, നീ 3. ഇവിടെ നമുക്കൊരു സംശയം വരും. ധ 3 ആയിക്കഴിഞ്ഞാൽ നീ 1ഉം 2ഉം എന്തുകൊണ്ടായിക്കൂടാ എന്നുള്ളത്. അതിൻ്റെ മറുപടി നേരത്തെ ഞാൻ പറഞ്ഞത് തന്നെയാണ്. ധ 3ഉം നീ 1ഉം ആവണമെങ്കിൽ ക്രമം തെറ്റും. കാരണം ദൈവതം 3 എന്ന് പറയുന്നത് ശരിക്കും നിഷാദം 2ആണ്. അതായത് സ്വരസ്ഥാനം സെയിമാണ്. ധ 3 എന്നുള്ളത് ശരിക്കും കൈശിക നിഷാദം സ്വരസ്ഥാനം തന്നെ. ഇത് 2ഉം ക്രമം തെറ്റും. ഷഡ്ശ്രുതി ദൈവതവും കൈശിക നിഷാദവും 2ഉം സ്വരസ്ഥാനം ഒന്ന് തന്നെയാണ്. പേര് മാത്രമുള്ള വ്യത്യാസം. അതുകൊണ്ട് ഇത് 2ഉം വരാൻ പറ്റില്ല. ഇനി ധ 3ഉം നീ 2ഉം എന്തുകൊണ്ട് വന്നുകൂടാ? ധ 3ഉം നീ 2ഉം എന്തുകൊണ്ട് വരാൻ പാടില്ല? ധ 3ഉം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നിഷാദത്തിൻ്റെ സ്വരസ്ഥാനമാണ്. അടുത്ത പിന്നെയും നിഷാദത്തിൻ്റെ സ്വരസ്ഥാനമാണ്. അതുകൊണ്ട് ഒരേ സ്വരസ്ഥാനം 2 പ്രാവശ്യം വരാൻ പാടില്ല ജനകരാഗങ്ങളുടെ റൂൾ അനുസരിച്ചിട്ട്. അതുകൊണ്ട് ധ 3ഉം നീ 2ഉം ഉള്ള കോമ്പിനേഷൻ പറ്റില്ല. അപ്പോൾ ധ 3 ഉണ്ടെങ്കിൽ അതിനെ ചേരുന്ന നിഷാദം ഒന്നേ ഉള്ളൂ, അത് നീ 3ആണ്. ഇനി നമ്മൾ ഇതിൻ്റെ പേരുകൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇത് ആദ്യത്തെ 36 ശുദ്ധമധ്യമ രാഗങ്ങളിൽ ആദ്യത്തെ 6 രാഗങ്ങളാണ്. അതിൽ ആദ്യത്തെ രാഗം ഇതാണ്. സ്വരസ്ഥാനങ്ങൾ പറയാം. നമ്മൾ 16 പേര് നോക്കിയിട്ട് വേണം സ്വരസ്ഥാനം പറയാൻ. ഷഡ്ജം, ശുദ്ധരിഷഭം, ശുദ്ധഗാന്ധാരം, ശുദ്ധമധ്യമം, പഞ്ചമം,
ശുദ്ധധൈവതം, ശുദ്ധനിഷാദം. രണ്ടാമത്തതിൽ എല്ലാ സ്വരസ്ഥാനങ്ങളും സെയിം ആണ്. നിഷാദം മാത്രം ശുദ്ധനിഷാദത്തിന് പകരം കൈശികി നിഷാദം. മൂന്നാമത്തെ രാഗത്തിൻ്റെ എല്ലാം സെയിം ആണ്. നിഷാദത്തിൻ്റെ സ്വരസ്ഥാനം മാത്രം വ്യത്യാസം. അതായത് ശുദ്ധധൈവതവും കാക്കലി നിഷാദവും. ഇനി നാലാമത്തെ രാഗത്തിൽ ദൈവതത്തിൻ്റെ പൊസിഷന്മാർ, ദൈവതത്തിൻ്റെ സ്വരസ്ഥാനം രണ്ടാമത്തെ ദൈവതത്തിൻ്റെ, അതായത് ചതുശ്രുതി ദൈവതവും കൈശികി നിഷാദവും. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ധാ 2 വന്നാൽ നീ 1 വരാൻ പറ്റില്ല. കാരണം 2 ക്രമം തെറ്റും. അതുകൊണ്ട് അടുത്തത് വെച്ചു. ഇതിൽ ധാ 2 നീ 3, ധാ 3 നീ 3. ഇവിടെയും ധാ 3 വന്നാൽ നീ 1ഉം 2ഉം വരാൻ പറ്റില്ല. കാരണം ഒന്നുമില്ലെങ്കിൽ ക്രമം തെറ്റും, അല്ലെങ്കിൽ സെയിം സ്വരസ്ഥാനമായിരിക്കും. അങ്ങനെ ആദ്യത്തെ 36 രാഗങ്ങളിൽ ശുദ്ധമധ്യമമാണ്. ഈ ഋഷഭഗാന്ധാരങ്ങളുടെ പൊസിഷൻ സെയിം ആണ്. ദൈവത നിഷാദത്തിൻ്റെ കോമ്പിനേഷൻസാണ് മാറ്റം വരുന്നത്. ഇനി 37 മുതൽ 42 വരെയുള്ള പ്രതിമധ്യമ രാഗങ്ങളിൽ എല്ലാം സ്വരസ്ഥാനങ്ങൾ ഇത് തന്നെയാണ്. എക്സെപ്റ്റ് മധ്യമം 2 ആക്കിയാൽ, ഈ മധ്യമത്തെ അതായത് പ്രതിമധ്യമമാക്കിയാൽ, ശുദ്ധമധ്യമം മാത്രം മാറ്റി പ്രതിമധ്യമമാക്കിയാൽ ഈ നമ്പറുകൾ 37 മുതൽ 42 വരെ വരും. അതായത് നമ്മളിങ്ങനെ 2 ആയിട്ട് വരയ്ക്കുകയാണെങ്കിൽ 1 മുതൽ 6 വരെയുള്ള രാഗങ്ങളും 37 മുതൽ 42 വരെ വരുന്ന രാഗങ്ങളും. അതായത് ഒന്നാമത്തെ രാഗത്തിൻ്റെയും 37ാമത്തെ രാഗത്തിൻ്റെയും സ്വരസ്ഥാനങ്ങൾ എല്ലാം സെയിം ആണ്. മധ്യമത്തിൻ്റെ പൊസിഷൻ മാത്രം വ്യത്യാസം. ഇവിടെ ആകുമ്പോൾ ശുദ്ധമധ്യമം, ഇവിടെ ആകുമ്പോൾ പ്രതിമധ്യമം. ബാക്കിയെല്ലാം സെയിമാണ്. സ്വരസ്ഥാനങ്ങളെല്ലാം സെയിമാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു രാഗത്തിൻ്റെ നമ്പർ അറിഞ്ഞാൽ അതിൻ്റെ സ്വരസ്ഥാനങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പോൾ 8ാമത്തെ രാഗം അല്ലെങ്കിൽ 5ാമത്തെ രാഗം അല്ലെങ്കിൽ 42ാമത്തെ രാഗത്തിൻ്റെ സ്വരസ്ഥാനങ്ങൾ എന്താ, ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ നമുക്ക് ഉടനെ ഒരു പ്രയാസമില്ലാതെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ ആദ്യം 36 വെച്ച് ഡിവൈഡ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ പറഞ്ഞ രാഗം, ഇപ്പോൾ 37ാമത്തെ രാഗത്തിൻ്റെ സ്വരസ്ഥാനം വേണം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? ആദ്യത്തെ ശുദ്ധമധ്യമാണോ പ്രതിമധ്യമാണോ എന്ന് തീരുമാനിക്കുക. 36 വരെയുള്ളത് ശുദ്ധമധ്യമാണ്, 37 മുതൽ പ്രതിമധ്യമാണ്. അപ്പോൾ ആ നമ്പർ നമുക്ക് ആദ്യം ഫിക്സ് ചെയ്യാം. സരിഗമ പദനി എന്നുള്ള ഓർഡറിൽ സാ എല്ലാവരും കോമൺ ആണ്. രി ഗ മ പ, പ കോമൺ ആണ്. ധ നി. ഇപ്പോൾ നമ്മൾ 38ാമത്തെ രാഗം വേണം. 38ാമത്തെ രാഗത്തിൻ്റെ സ്വരസ്ഥാനങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും? 38 രാഗത്തിൻ്റെ സ്വരസ്ഥാനങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ ഈ നമ്പർ 36-നെക്കാളും കൂടുതലാണെങ്കിൽ മധ്യമത്തിൻ്റെ സ്വരസ്ഥാനം പ്രതിമധ്യമാണ്. കാരണം ആദ്യത്തെ 36ഉം ശുദ്ധമധ്യമാണ്, മാ 1ആണ്. ഇത് 38 ആയതുകൊണ്ട് ആദ്യം മായുടെ പൊസിഷൻ ഫിക്സ് ചെയ്യുക, പ്രതിമധ്യമാണ്. അടുത്തത് റീയും ഗായും എന്താണ്? റീയും ഗായും 1, 2, 3, 4 ആദ്യത്തെ 6 ചക്രങ്ങളും 6 രാഗങ്ങളും പിന്നെ ഈ ചക്രത്തിലുള്ള 6 രാഗങ്ങളും റീ ഗാ സെയിമാണ്. അതായത് റീ 1ഉം ഗാ 1ഉം. ഇതിന് ശേഷം ദൈവതം നിഷാദം. ഈ ചക്രത്തിൽ എത്രാമത്തെ രാഗമാണ്? 38, 37, 38 രണ്ടാമത്തെ രാഗമാണ്. അതായത് രണ്ടാമത്തെ രാഗവും 38ാമത്തെ രാഗവും സ്വരസ്ഥാനങ്ങൾ സെയിമാണ്. അപ്പോൾ 38ാമത്തെ രാഗമാകുമ്പോൾ
രണ്ടാമത്തെ രാഗമായതുകൊണ്ട്, ഈ ചക്രത്തിലെ രണ്ടാമത്തെ രാഗമായതുകൊണ്ട് ദൈവത്വം നിഷാദം പൊസിഷൻസ് ദാ 1 നീ 2 എന്നാവും. ഇതാണ് 38ാമത്തെ ജനകരാഗത്തിൻ്റെ സ്വരസ്ഥാനങ്ങളാണിത്. കുറച്ചും കൂടി വിശദമായിട്ട് പറയണമെങ്കിൽ ആദ്യത്തെ വിഭജനം മധ്യമത്തിൻ്റെ ബേസിലാണ്. ഒന്നുകൂടി പറയാം. ആദ്യത്തെ 36, അതായത് 1 മുതൽ 36 വരെയുള്ള രാഗങ്ങളിൽ ശുദ്ധമധ്യമവും 37 മുതൽ 72 വരെ വരുന്ന ജനകരാഗങ്ങളുടെ പ്രതിമധ്യമവുമാണ് സ്വരസ്ഥാനം. അതാണ് ആദ്യത്തെ നമ്മൾ പഠിച്ചത്. ഇങ്ങനെ ഈ മധ്യമത്തിൻ്റെ പൊസിഷൻ 1 മുതൽ 1ാമത്തെ രാഗവും 37ാമത്തെ രാഗവും ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ, മധ്യമം മാത്രം. 1ാമത്തെ രാഗത്തിൽ ശുദ്ധമധ്യമമായിരിക്കും, 37ൽ പ്രതിമധ്യമമായിരിക്കും. ബാക്കിയെല്ലാം സെയിം ആയിരിക്കും. ബാക്കിയെല്ലാം സ്വരസ്ഥാനങ്ങളും 1ാമത്തെ രാഗത്തിൻ്റെ ഏതാണോ 37ന് അത് തന്നെ ആയിരിക്കും. മധ്യമം മാത്രം വ്യത്യാസമുണ്ട്. 38 രണ്ടാമത്തെ രാഗവും 38ാമത്തെ രാഗവും, രണ്ടാമത്തെ രാഗം 38ാമത്തെ രാഗം, രണ്ടാമത്തെ രാഗം 38ാമത്തെ രാഗം. എന്താ വ്യത്യാസം? മധ്യമം മാത്രം. ബാക്കിയെല്ലാം സെയിം ആയിരിക്കും. അതുപോലെ 3ാമത്തെ രാഗവും 39ാമത്തെ രാഗവും എല്ലാ സ്വരസ്ഥാനങ്ങളും ഇതിവിടെ 3ാമത്തെ രാഗം ഇതാണ്. മധ്യമം മാറ്റിയാൽ 39ാമത്തായി. ഈ മധ്യമത്തിൻ്റെ ഇത് മധ്യമം 1 ആണെങ്കിൽ അത് 3ാമത്തെ രാഗമാവും. 39 ആണെങ്കിൽ ഈ മധ്യമം 2 ആവും. ഒന്നുകൂടി ക്ലിയറായിട്ട് എഴുതി കാണിക്കാം. ശുദ്ധമധ്യമം, പ്രതിമധ്യമം. ഈ മധ്യമം മാത്രം മാറ്റിയാൽ ഈ 1ാമത്തെ രാഗം 37ാമത്തെ രാഗമാവും. അതായത് ഷഡ്ജം, ശുദ്ധഋഷഭം, ശുദ്ധഗാന്ധാരം, പ്രതിമധ്യമം, പഞ്ചമം, ശുദ്ധദൈവതം, ശുദ്ധനിഷാദം. അതുപോലെ 2ാമത്തെ രാഗം നീ മാത്രം വ്യത്യാസം. അപ്പോൾ നേരെ അപ്പുറത്തുള്ള 38ാമത്തെ രാഗം മാ മാത്രം വ്യത്യാസം. ബാക്കിയെല്ലാം ഇത് തന്നെ ആയിരിക്കും. ഷഡ്ജം, ശുദ്ധഋഷഭം, ശുദ്ധഗാന്ധാരം, പ്രതിമധ്യമം, പഞ്ചമം, ശുദ്ധദൈവതം, കൈശിക്കി നിഷാദം. അതുപോലെ 3ാമത്തെ രാഗം ഷഡ്ജം, ശുദ്ധഋഷഭം, ശുദ്ധഗാന്ധാരം, ശുദ്ധമധ്യമം, പഞ്ചമം, ശുദ്ധദൈവതം, കാകലി നിഷാദം. ഈ 3ാമത്തെ രാഗത്തിൻ്റെ അതേ സ്വരസ്ഥാനങ്ങൾ മധ്യമം മാത്രം മാറ്റി എഴുതിയാൽ 39ാമത്തെ രാഗമാവും. ഷഡ്ജം, ശുദ്ധഋഷഭം, ശുദ്ധഗാന്ധാരം, പ്രതിമധ്യമം, പഞ്ചമം, ശുദ്ധദൈവതം, കാകലി നിഷാദം. 4ാമത്തെ രാഗം ഷഡ്ജം, ശുദ്ധഋഷഭം, ശുദ്ധഗാന്ധാരം, ശുദ്ധമധ്യമം, പഞ്ചമം, ശുദ്ധദൈവതം. 4ാമത്തെ രാഗം വരുമ്പോൾ ഇവിടെ 3 ദൈവത്വം കഴിഞ്ഞു. അപ്പോൾ 2ാമത്തെ ദൈവത്വം ഇവിടെ വരണം. അതായത് ഈ കോമ്പിനേഷൻസ് ദൈവത്വം നിഷാദം കോമ്പിനേഷൻസിൽ ധാ 1 നീ 1, ധാ 1 നീ 2, ധാ 1 3. അപ്പോൾ ഇത് കഴിഞ്ഞ് അടുത്ത് വരേണ്ടത് ധാ 2 ആണ്. ഇവിടെ ധാ 2 വന്നാൽ നീ 2 തന്നെ വരണം. നീ 1 വരാൻ പറ്റില്ല. കാരണം ഇത് രണ്ടും ക്രമം തെറ്റും. അതുകൊണ്ട് നീ 2 വരും.
ഇനിയുള്ളതിൽ പ്രതിമധ്യമ രാഗം വരുമ്പോൾ ഇതെല്ലാം സെയിം ആയിരിക്കും, മധ്യമം മാത്രം വ്യത്യാസം. ഷഡ്ജം, ശുദ്ധ ഋഷഭം, ശുദ്ധ ഗാന്ധാരം, പ്രതിമധ്യമം, പഞ്ചമം, ചതുശ്രുതി ദൈവതം, കൈശിക്കി നിഷാദം. അടുത്ത അഞ്ചാമത്തെ രാഗം വരുമ്പോൾ ഷഡ്ജം, ശുദ്ധ ഋഷഭം, ശുദ്ധ ഗാന്ധാരം, ശുദ്ധ മധ്യമം, പഞ്ചമം, ചതുശ്രുതി ദൈവതം, കാകലി നിഷാദം. നീയുടെ പൊസിഷൻ ഇതിൽ തന്നെ പ്രതിമധ്യമമാക്കിയാൽ 41ാമത്തെ രാഗമാവും. റീ 1, ഗാ 1, മാ 2, പാ, ധാ 2, നീ 3. ആറാമത്തെ രാഗം ഷഡ്ജം, ശുദ്ധ ഋഷഭം, ശുദ്ധ ഗാന്ധാരം, ശുദ്ധ മധ്യമം, പഞ്ചമം. 2 ധാ 2 കഴിഞ്ഞു. ഇനി ധാ 3, ഷഡ്ശ്രുതി ദൈവതം. ഷഡ്ശ്രുതി ദൈവതം വന്നാൽ വേറെ നിഷാദമൊന്നുമില്ല, കാക്കൽ നിഷാദം മാത്രം ബാക്കി വരും. അതുപോലെ ആറാമത്തെ രാഗത്തിൻ്റെ അതേ സ്വരസ്ഥാനങ്ങളാണ് 42ാമത്തെ രാഗങ്ങളിൽ. ഷഡ്ജം, ശുദ്ധ ഋഷഭം, ശുദ്ധ ഗാന്ധാരം, പ്രതിമധ്യമം, പഞ്ചമം, ഷഡ്ശ്രുതി ദൈവതം, കാകലി നിഷാദം. അപ്പോൾ ഇപ്പുറത്തുള്ള 1 മുതൽ 36 രാഗങ്ങൾ, ഇങ്ങനെ 37 മുതൽ 72 വരെയുള്ള രാഗങ്ങളിൽ ആദ്യത്തെ വിഭജനം മധ്യമത്തിൻ്റെ സ്വരസ്ഥാനം അനുസരിച്ചിട്ടാണ്. അതിൻ്റെ അടുത്ത വിഭജനം ദൈവതം, നിഷാദം കോമ്പിനേഷൻസ് വെച്ചിട്ടാണ്. ആദ്യം ശുദ്ധ ദൈവതം, ശുദ്ധ നിഷാദം, ശുദ്ധ ദൈവതം, കൈശികി നിഷാദം, ശുദ്ധ ദൈവതം, കാക്കൽ നിഷാദം. പിന്നെ ചതുശ്രുതി ദൈവതം, കൈശികി നിഷാദം, ചതുശ്രുതി ദൈവതം, കാക്കൽ നിഷാദം. പിന്നെ ഷഡ്ശ്രുതി ദൈവതം, കാക്കൽ നിഷാദം. അപ്പോൾ 1 മുതൽ 6 വരെയുള്ള രാഗങ്ങളും 37 മുതൽ 42 വരെയുള്ള രാഗങ്ങളും ഇവർ തമ്മിലെ വ്യത്യാസം മധ്യമം മാത്രമാണ്. ഒരു ചക്രത്തിൽ ഉള്ള 6 രാഗങ്ങളിലെ വ്യത്യാസം ദൈവതം, നിഷാദം കോമ്പിനേഷനിലാണ്. ഇത്രയും കാര്യങ്ങൾ ഒന്നും കൂടെ ആലോചിച്ചിട്ട് മനസ്സിലാക്കുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിലും അറിയിക്കുക. അത് തീർച്ചയായിട്ടും അതിൻ്റെ സംശയ നിവാരണം ഉണ്ടാവും. ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടി ഞാൻ ജസ്റ്റ് വിശദമായിട്ടൊന്ന് പറയാം, ഒരു സൂക്ഷ്മമായിട്ട് പറയാം. സപ്തസ്വരങ്ങൾ, 12 സ്വരസ്ഥാനങ്ങൾ, 16 നാമങ്ങൾ. ജനകരാഗം എന്ന് വെച്ചാൽ എന്താ? 7 സ്വരവും വേണം, ക്രമത്തിൽ വേണം, ആരോഹണത്തിലും അവരോഹണത്തിലും അതേ സ്വരസ്ഥാനങ്ങൾ ഉണ്ടാവണം. ഇങ്ങനെ വരുന്ന ജനകരാഗങ്ങൾ 72 എണ്ണം. ഈ 72 ജനകരാഗങ്ങളെ 36 വെച്ചിട്ട് ആദ്യത്തെ വിഭജനം. ആദ്യത്തെ 36 രാഗങ്ങളിൽ ശുദ്ധമധ്യമവും അടുത്ത 36 രാഗങ്ങളിൽ പ്രതിമധ്യമവും. ഈ 36 രാഗങ്ങളെ വീണ്ടും 6 ചക്രങ്ങളായിട്ട് വിഭജനം. ഒരു ചക്രത്തിൽ 6 രാഗം വെച്ചിട്ട്. അപ്പോൾ 1 മുതൽ 6 വരെയുള്ള ചക്രങ്ങളിൽ 7 മുതൽ 12 വരെയുള്ള ചക്രങ്ങളിലും ഈ ശുദ്ധമധ്യമം പ്രതിമധ്യമം ബേസിസിലാണ് ചെയ്തത്. ഇനി ഒരു ചക്രത്തിൽ ദൈവതം, നിഷാദം സ്ഥാനങ്ങളെ വ്യത്യാസങ്ങളെക്കുറിച്ചുള്ളത് വ്യത്യാസപ്പെടുത്തിയിട്ടുള്ള കോമ്പിനേഷൻസാണ് ആദ്യത്തെ 6 രാഗങ്ങളിലും 37 മുതൽ 42 വരെയുള്ള പ്രതിമധ്യമ രാഗങ്ങൾ തമ്മിലെ വ്യത്യാസം. അതായത് ഒരു ചക്രത്തിൽ 6 രാഗങ്ങളിൽ വ്യത്യാസം ദൈവതം, അതായത് ഏത് ചക്രമാണെങ്കിലും ആദ്യത്തെ രാഗം, ഒരു ചക്രത്തിൽ ആദ്യത്തെ രാഗത്തിൽ
ആദ്യത്തെ രാഗത്തിൽ ദൈവത്വം നിഷാദം കോമ്പിനേഷൻസാണ്. രണ്ടാമത്തെ കോമ്പിനേഷൻ, മൂന്നാമത്തെ കോമ്പിനേഷൻ, നാലാമത്തെ കോമ്പിനേഷൻ, അഞ്ചാമത്തെ കോമ്പിനേഷൻ ധാ 2 നീ 3, ആറാമത്തെ കോമ്പിനേഷൻ ധാ 3 നീ 3. 12 ചക്രങ്ങളിലും ഏതെങ്കിലും ഒരു ചക്രത്തിൽ ദൈവത്വം നിഷാദം ഇങ്ങനെ ആയിരിക്കും. അതായത് ആദ്യത്തെ ചക്രത്തിലുള്ള 6 രാഗങ്ങളും ബാക്കി എല്ലാ സ്വരസ്ഥാനങ്ങളും സെയിം ആയിരിക്കും. ദൈവത്വം നിഷാദം സ്വരസ്ഥാനങ്ങൾ മാത്രമേ ഉള്ളൂ വ്യത്യാസം വരിക. അതാണ് നമ്മളിപ്പോൾ ചെയ്തത് ഇവിടെ. അപ്പോൾ ഇത് ഒന്നും കൂടി ആലോചിച്ച് മനസ്സിലാക്കി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അറിയിക്കുക. എന്തുകൊണ്ട് ഇങ്ങനെ വരാൻ പാടില്ല എന്നൊരു സംശയം തോന്നുകയാണെങ്കിൽ നമ്മൾ തന്നെ ആലോചിച്ചെടുത്താൽ മതി. ഒന്നില്ലെങ്കിൽ സ്വരസ്ഥാനം സെയിം ആയിരിക്കും, അല്ലെങ്കിൽ അത് ക്രമം തെറ്റിയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് 72 ജനകരാഗങ്ങളുടെ സ്വരസ്ഥാനങ്ങൾ നിർണയം ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക. അതിന് നിവാരണം ഉടനെ ഉണ്ടാകുന്നതാണ്. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം.